CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് രാജിവെച്ചു. CPM-ൽ നിന്ന് പുറത്താക്കിയ സാഹചര്യത്തിലാണ് രാജി. പഞ്ചായത്ത് അംഗത്വവും പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചു. എളവള്ളിയിലെ വികസനത്തിന് നേതൃത്വം നൽകിയത് ഇടതുമുന്നണിയുടെ ഭരണസമിതിയാണെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ. പഞ്ചായത്തിന്റെ വികസനം ഇടതുമുന്നണിയുടെ നയപരമായ തീരുമാനത്തിന്റെ മികവാണെന്നും ആരുടെയും വ്യക്തിപരമായ മഹത്വവും നേട്ടവുമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചാവക്കാട് ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് പുന്നയൂർക്കുളത്ത് തുടക്കമായി. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. 96 സ്കൂളുകളിൽ നിന്നായി 3350 വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന മേള ബുധനാഴ്ച സമാപിക്കും. രാമരാജാവ് അക്കിക്കാവിന്റെ മണ്ണിൽ പൂരവിസ്മയം തീർക്കും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വീണ്ടും റെക്കോർഡ് ഏക്കത്തുക. 13,56,000 രൂപയുടെ ഏക്കത്തിന് കൊങ്ങണൂർ ദേശം പൂരാഘോഷ കമ്മിറ്റിയാണ് അക്കിക്കാവ് പൂരത്തിലേക്ക് രാമനെ എത്തിക്കുന്നത്. പെരുമ്പിലാവിൽ കാറിടിച്ച് കാൽനടയാത്രക്കാരന് പരിക്കേറ്റു. പാതാക്കര സ്വദേശി 58 വയസ്സുള്ള കമ്പിയിൽ മുരളിക്കാണ് പരിക്കേറ്റത്. ഇയാളെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഗുരുവായൂർ സ്പോർട്സ് അക്കാദമി സെക്രട്ടറി C സുമേഷിനെ ആദരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സാംസ്കാരികോത്സവം ഗാനരചയിതാവ് BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. കാലങ്ങളായി തകർന്നുകിടക്കുന്ന തലക്കോട്ടുകര കൈപ്പറമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ആവേശം തീർത്ത് കുന്നംകുളത്ത് കളരിപ്പയറ്റ് മത്സരങ്ങൾ. സംസ്ഥാന കായികമേളയിലേക്ക് മത്സരിക്കാനുള്ള തൃശൂർ ജില്ലാ ടീമിനെ തെരഞ്ഞെടുക്കാനായിരുന്നു കുന്നംകുളത്ത് ഈ ഇനത്തിൽ മത്സരം നടത്തിയത്. കോതച്ചിറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വാദ്യകലാ സംഘത്തിൽ ചെണ്ടവാദനത്തിൽ പരിശീലനം പൂർത്തീകരിച്ച 11 വിദ്യാർത്ഥികൾ അരങ്ങേറ്റം നടത്തി. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം, ജീവിതശൈലി രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ, ജന്തുജന്യ രോഗങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചാവക്കാട് നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന്റെ ചുറ്റുമതിലും ഗേറ്റും വിദ്യാലയത്തിന് സമർപ്പിച്ചു. 8 ലക്ഷം രൂപ ചെലവിലാണ് ഗേറ്റും ചുറ്റുമതിലും നിർമ്മിച്ചത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലയുടെ 41ാമത് സമ്മേളനം നടന്നു. CPIM നേതൃത്വം നൽകുന്ന എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതികൾക്കും ദുർഭരണത്തിനുമെതിരെ കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പദയാത്ര സമാപിച്ചു. FITU വഴിയോര കച്ചവട ക്ഷേമ സമിതി കുന്നംകുളം ബ്ലോക്ക് തല കമ്മിറ്റി രൂപീകരിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.